സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സിൽ ആദ്യത്തെ സ്വർണം പാലക്കാടിനാണ്. സീനിയർ ഗേൾസ് 3000 മീറ്ററിൽ പറളി സ്കൂളിലെ ഇനിയ എം ആണ് പാലക്കാടിനായി സ്വർണം നേടിയത്. മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അത്ലറ്റിക്സിൽ ഇന്ന് 10 ഫൈനലുകളാണുള്ളത്. മനീഷ് ഐഷ മാത്യു ചേരുന്നു നമുക്കിപ്പം. മനീഷെ, ഗുഡ് മോർണിംഗ്. എങ്ങനെ ആദ്യ സ്വർണം പിറന്നിരിക്കുന്നു? എങ്ങനെയാണ് കാര്യങ്ങൾ? സതിലക്ഷ്മി, മീറ്റിലെ ആദ്യ സ്വർണ്ണമാണ് പാലക്കാട് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളതെന്ന് വെച്ചാൽ ഈ സ്വർണം നേടിയ ഇനിയ വെറും 13 വയസ്സുകാരി മാത്രമാണ്. ഇപ്പം നിലവിൽ നടന്നത് അണ്ടർ 19 സീനിയർ ഗേൾസിൻ്റെ മത്സരമാണ്. അതായത് ഇനിയ മത്സരിക്കേണ്ടത് ജൂനിയർ വിഭാഗത്തിലാണ്. പക്ഷേ ഇനിയ സീനിയർ ഗേൾസിനോടൊപ്പമാണ് ഓടാൻ തീരുമാനിച്ചത്. അങ്ങനെ സീനിയർ ഗേൾസിനെ, അതായത് ചേച്ചിമാരെയൊക്കെ പിന്നിലാക്കിയാണ് ഇനിയ ഒന്നാമതെത്തിയത്. അതും ബഹുദൂരം മുന്നിലെത്തിയാണ് ഇനിയ ഫിനിഷ് ചെയ്തത്. അതുമാത്രമല്ല, ഇനിയ ഈ ഒരു മേഖലയിലേക്ക്, അതായത് 3000 മീറ്റർ ഓട്ടത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ജൂണിൽ മാത്രമാണ് ഇനിയ പരിശീലനം ആരംഭിച്ചത്. പറളി സ്കൂളിലെത്തിയാണ് പരിശീലനം ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇത്രയും ദിവസങ്ങളിൽ മാത്രം, അതായത് കേവലം കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് ഇനിയ പരിശീലനം പൂർത്തിയാക്കിയതും. പരിശീലനം പൂർത്തിയാക്കി സീനിയർ ചേച്ചിമാർക്കൊപ്പം മത്സരിച്ച് അവരെ ബഹുദൂരം പിന്നിലാക്കി സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് സീനിയർ ബോയ്സിൻ്റെ 3000 മീറ്ററാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ജൂനിയർ ബോയ്സിൻ്റെയും ജൂനിയർ ഗേൾസിൻ്റെയും 3000 മീറ്റർ ഫൈനലുകളോടെയാണ് ഈ അത്ലറ്റിക്സിലെ ആദ്യ ദിനത്തിൽ രാവിലെ ഉണ്ടാകുന്ന ഫൈനലുകൾ. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സ്റ്റാർ ഇവൻ്റ് ആയിട്ടുള്ള വേഗറാണിയും വേഗരാജാവിനെ മനസ്സിലാക്കുന്ന 100 മീറ്ററിൻ്റെ മത്സരങ്ങൾ ആരംഭിക്കുക. അതെല്ലാ വിഭാഗത്തിലെ മത്സരങ്ങളുണ്ടാവും. അങ്ങനെ ആകെ മുഴുവൻ 10 ഫൈനലുകൾ മാത്രം ഇന്ന് അത്ലറ്റിക്സിൽ നടക്കും. അതുകൂടാതെ തന്നെ ത്രോ ഇനങ്ങളായിട്ടുള്ള ഷോട്ട് പുട്ടും അതുപോലെ തന്നെ ഡിസ്കസ് ത്രോയും ജാവലിൻ ത്രോയുടെയും യോഗ്യതാ മത്സരങ്ങളും അതോടൊപ്പം തന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ് എന്നിവയുടെ യോഗ്യതാ മത്സരങ്ങളും ഇന്നായിരിക്കും നടക്കുക. എന്തായാലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം പാലക്കാട് സ്വന്തമാക്കിയിരിക്കുന്നു. ഇക്കുറി മലപ്പുറത്തെ അവരുടെ ചരിത്ര നേട്ട. ശരി മനീഷ്, അപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം പാലക്കാട് പറളി സ്കൂളിലെ ഇനിയ എമ്മിനാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, ആ വാർത്തകളൊക്കെ പറയുകയാണ് നമ്മുടെ മനീഷ് ഐഷ മാത്യു.